എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതായത് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ഗ്രേവി ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ചിക്കനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുട്ട ചേർത്തിട്ടില്ല. അത് മുട്ട ചേർക്കുന്നത് നമുക്ക് അതിൽ ആ കോൺഫ്ലവറൊക്കെ നല്ല പോലെ ഒന്ന് ബൈൻഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ മുട്ട ചേർത്തില്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചിക്കൻ കഷ്ണം ഇടുമ്പം അത് ഓരോന്നോരോന്നായിട്ട് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈഡ് ഒരു വിധം ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ നമ്മളത് തിരിച്ചിട്ട് വീണ്ടും ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. നമുക്കിനി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യുന്നത്. വെറുതെ എണ്ണ വേസ്റ്റ് ആവണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബാക്കി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ മാറ്റിയിട്ട് അതേ കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സബോളയും അതെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ കൂടെ ആ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സബോളയും ക്യാപ്സിക്കം എല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് കുറച്ചൊരു നല്ല ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി. അതിന് ശേഷം നമ്മൾക്കതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സോസ് രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മളത് ഹൈ ഫ്ലെയിമിലിട്ടോളൂ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുവപ്പ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഈ സമയം നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് കോൺഫ്ലവറിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ചിക്കനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട കേട്ടോ, എന്ന് വെച്ചാൽ നമ്മളിത് ഡ്രൈ ഫ്രൈ ആയിട്ടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് ആ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയമൊക്കെ ഫ്ലെയിം നല്ല ഹൈയിലിരുന്നോട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളൊരു ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പഞ്ചസാരയും 1 ടീസ്പൂൺ നാരങ്ങ നീരും, പിന്നെ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കാതിരുന്നത് നമ്മൾ സോയാ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വേണമെങ്കിൽ ഒരു 2 പിഞ്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ് ഒനിയൻ ആണെങ്കിലും മതി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളി എള്ളും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഈ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണിത്.